ഇന്ന് നമ്മുടെ ദൈവവചന പഠനത്തിനായിട്ട് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോകുന്ന അധ്യായം റോമാലേഖനം 12-ാം അധ്യായമാണ്. ഇത് ഈ ലേഖനത്തിൻ്റെ ഒരു അവസാനത്തെ സെക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പ്രതിപാദിക്കാം. അല്ലെങ്കിൽ പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് ഇതുവരെയും പറഞ്ഞു വന്നതിൻ്റെ ഒരു പ്രായോഗിക വശത്തേക്ക് കടക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഈ ലോകത്തിൽ നമ്മൾ പല പഠനങ്ങൾ നടത്തുമ്പോഴും തിയറിറ്റിക്കൽ സെക്ഷനുണ്ട്, പ്രാക്ടിക്കൽ സെക്ഷനുണ്ട് അല്ലേ. പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റൊക്കെ പഠിക്കുന്നവർക്കറിയാം, ദർ വിൽ ബി എ സം ടൈം ഓഫ് തിയറിറ്റിക്കൽ സ്റ്റഡി ആൻഡ് ദർ വുഡ് ബി എ സം ടൈം ഫോർ പ്രാക്ടിക്കൽ സെക്ഷൻസ്. അപ്പോസ്തലനായ പൗലോസ് റോമർക്കുള്ള സഭയ്ക്ക് എഴുതിയ സമയത്ത് 11-ാം അധ്യായം വരെ ഒത്തിരി ദൈവശാസ്ത്രപരമായിട്ടും അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ കാതലായ സത്യങ്ങൾ, അതിൻ്റെ ട്രൂത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ 12-ാം അധ്യായം ഇനിയും അങ്ങോട്ട് മുമ്പോട്ടുള്ള പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള വലിയൊരു പരമ്പര താൻ തുടക്കം കുറിക്കുകയാണ് 12-ാം അധ്യായം. അതുകൊണ്ട് തന്നെ ആ 12-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ therefore അല്ലെങ്കിൽ ആകയാൽ എന്നുള്ള ഒരു പദം കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇതിനിടയിൽ പല സെഗ്മെൻറ്റുകൾ ഇതിനകത്ത് വിശുദ്ധനായ പൗലോസ് റോമർക്കുള്ള സഭയ്ക്ക് എഴുതി അറിയിക്കുമ്പോൾ പല പല കാര്യങ്ങൾ താൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ ചാപ്റ്റർ 9 മുതൽ ചാപ്റ്റർ 11 വരെ ഇറ്റ് ഈസ് ലൈക്ക് എ പാരന്തീസിസ് ഇൻ ബിറ്റ്വീൻ എ ഗ്രേറ്റർ കോൺവെർസേഷൻ ഓഫ് പോൾ ടു ദി റോം. പാരന്തീസിസ് എന്ന് പറയാൻ അറിയാം, ഇടയ്ക്ക് ഒരു ബ്രാക്കറ്റ് കാര്യം അല്ലേ. നമ്മുടെ ചില പ്രവാചകന്മാരൊക്കെ പറയുന്നല്ലോ, ബ്രാക്കറ്റ് കാലയളവ് എന്നൊക്കെ പറയുന്ന പോലെ. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ബ്രാക്കറ്റ് ടൈം 9-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ ഒരു പ്രത്യേകമായൊരു തീസിസ് താൻ അവിടെ കൊണ്ടുവരികയാണ്. അത് മറ്റൊന്നുമല്ല, താൻ ഈ അധ്യായങ്ങളിൽ അല്ലെങ്കിൽ 1-ാം അധ്യായം മുതൽ താഴോട്ട് പറഞ്ഞു വരുമ്പോൾ പരമപ്രധാനമായിട്ടുള്ള പൗലോസിൻ്റെ ഒരു കൺഫ്രണ്ടേഷൻ അല്ലെങ്കിൽ പൗലോസിൻ്റെ ദൂത് എന്ന് പറയുന്നത് നീതീകരണം, റോമാലേഖനം നീതീകരണം, രക്ഷയെക്കുറിച്ച്, ദൈവിക നീതീകരണത്തെക്കുറിച്ച് ഒക്കെയുമാണ് പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ നമ്മളെങ്ങനെ രക്ഷിക്കപ്പെടണം, അതിൻ്റെ പശ്ചാത്തലം, പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്ന് പുതിയ നിയമ പശ്ചാത്തലത്തിൽ നിന്ന്, യേശുക്രിസ്തുവിൻ്റെ അനുഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ നീതീകരണം പ്രാപിക്കുന്നതിൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ റിസൾട്ടുകൾ എന്താണ്, അതിൻ്റെ പ്രൊഡക്ട്സ് എന്താണ്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇതിങ്ങനെ സവിസ്താരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു 9 മുതൽ 11 വരെ അധ്യായത്തിൽ ഒരു ബ്രാക്കറ്റ് കാര്യം താൻ എടുത്തു പറയുന്നത് യഹൂദനോടുള്ള ബന്ധത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഇത് റോമിലുള്ള യവനായ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരെ അഭിസംബോധന ചെയ്താണ് പറയുന്നതെങ്കിലും ഒരു ബ്രാക്കറ്റ് കാര്യം യഹൂദന്മാർക്ക് ഡയറക്റ്റ്ലി ചില ദൂത് കൊടുക്കുന്ന കാര്യമാണ്. 9 മുതൽ 11 വരെ വാക്യങ്ങളിൽ 9-ാം അധ്യായം മുതൽ 11-ാമത്തെ അധ്യായം, ചാപ്റ്റർ 9 to 11, ഇറ്റ് ഗീവ്സ് എ പാരന്തസിസ് റിഗാർഡിംഗ് ഹൗ ജൂ ഈസ് കൺസിഡേർഡ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു യഹൂദൻ എങ്ങനെയാണ് ദൈവം അവനോട് വ്യവഹരിക്കുന്നത്, ഹൗ ഗോഡ് ഈസ് ഗോയിങ് ടു ട്രീറ്റ് വിത്ത് ദി ജൂ. ദാറ്റ് ഈസ് വാട്ട് വി ഡിസ്കസ്ഡ് ഇൻ ചാപ്റ്റർ 9 to 11. മേജർലി അതാണ് നമ്മൾ അവിടെ കണ്ടത്. എന്നാൽ ഇനി 12-ാം അധ്യായത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുമ്പോൾ അഗെയിൻ പോൾ ഈസ് നൗ സ്പീക്കിംഗ് ഇൻ ടു എ വെരി പ്രാക്ടിക്കൽ കാര്യം, പ്രായോഗിക വിഷയത്തിലേക്ക് കടക്കുകയാണ്. ദി ലൈഫ് ഓഫ് ക്രിസ്ത്യാനിറ്റി, ഒരു ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചൊക്കെയും താൻ പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ് അടുത്ത 12-ാം അധ്യായം മുതൽ താഴോട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പഠനം നമ്മൾ ആദ്യത്തെ 12-ാം അധ്യായം അതിൻ്റെ 2 വാക്യങ്ങൾ, 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ നിന്നാണ് നാം പ്രധാനമായിട്ടും ഇന്നത്തെ ദൈവവചന പഠനത്തിനായിട്ട് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. വാസ്തവത്തിൽ ഈ 2 വാക്യം മണിക്കൂറുകൾ നമ്മൾ വായിച്ചാലും ദർ ഈസ് എ ലൈക്ക് ഇൻഡെപ്ത് തിയോളജിക്കൽ റിസോഴ്സസ് ഫ്രം ദിസ് 2 വേഴ്സസ്. ഈ 2 വാക്യങ്ങളിൽ നിന്ന് ദൈവശാസ്ത്രപരമായ ഒത്തിരി ഘനമേറിയ കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കതിനകത്ത് ഇങ്ങനെ ഡിസെക്റ്റ് ചെയ്ത് പോയി അവസാനമില്ലാത്തതുപോലെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുനിന്ന് വി ക്യാൻ ജസ്റ്റ് ഡിറൈവ് ഇറ്റ്. അവിടെ നിന്ന് ഇങ്ങനെ ഖനനം ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇന്ന് രാത്രിയിൽ അതെല്ലാം വിശദീകരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സമയമില്ല. ഇറ്റ് ഈസ് ഹൈലി തിയോളജിക്കലി ലോഡഡ് വേഴ്സസ്. ആ 2 വാക്യങ്ങൾ വളരെ കാതലായ വിഷയങ്ങളാണ്. സോ എനിവേ, ഈ രാത്രിയിൽ ദൈവവചനത്തിൽ നാം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിലും, ദ സീക്രട്ട് ഓഫ് ഹോളി ലിവിങ്,
പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ജീവിതത്തിൻ്റെ രഹസ്യം പൗലോസ് ഈ 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. സോ the title or the discussion we are being going to enter into is secret of a holy living. വിശുദ്ധ ജീവിതം നയിക്കുന്നതിൻ്റെ രഹസ്യം എന്നതാണ് നാം ഈ അധ്യായങ്ങളിൽ വായിക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. നമ്മൾ സാധാരണയൊക്കെ കേട്ടിട്ടുള്ളൊരു വാക്യമാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം കൂടെ ഞാനങ്ങ് വായിക്കുകയാണ്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് അറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ദൈവവചന ശുശ്രൂഷകൾ, വചന പ്രസംഗങ്ങളൊക്കെ നമ്മൾ ഈ ഭാഗങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ചിന്തകളിൽ നിൽക്കെ, അല്ലെങ്കിൽ അത് തന്നെ നിങ്ങളുടെ ചിന്തകളിൽ ഇരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഗീവ് സം ആഡഡ് മെറ്റീരിയൽസ് ഓർ ചില കാര്യങ്ങളൂടെ അതിനോട് കൂട്ടിച്ചേർത്ത് ഇന്ന് രാത്രികാലം നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായി ദ സീക്രട്ട് ഓഫ് എ ഹോളി ലിവിങ്, ഇതിനകത്തുള്ള രഹസ്യാത്മകതയിൽ ഈ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആ വലിയ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിൻ്റെ വലിയൊരു രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ, ദ ഫസ്റ്റ് തിങ് ഈസ് there is the worship of God. ദൈവത്തെ ആരാധിക്കുന്നത് തന്നെയാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വർഷിപ്പ് ഓഫ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആരാധിക്കുന്നത്. നോക്കിക്കേ, ആ വാക്യത്തിൽ തന്നെ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിപ്പിച്ച് നിങ്ങളെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. പ്രൈസ് ദി ലോർഡ്. ഇതിനെ ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ പല വേർഷൻസ് നമുക്കതിനകത്ത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. മലയാളത്തിൽ ബുദ്ധിയുള്ളത് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ റീസണബിൾ വർഷിപ്പ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലയിടത്ത് സ്പിരിച്വൽ സർവീസ് ഓഫ് വർഷിപ്പ് എന്നെഴുതിയിട്ടുണ്ട്. ഒട്ടുമിക്ക ഭാഷകളിലും ഒറിജിനൽ ടെക്സ്റ്റ് വായിച്ചു നോക്കിയാൽ അവിടെയെല്ലാം റീസണബിൾ വർഷിപ്പ് അല്ലെങ്കിൽ റീസണബിൾ സർവീസ്, യുക്തിയോടുകൂടിയ അല്ലെങ്കിൽ ലോജിക്കൽ സർവീസ്, ലോജിക്കൽ വർഷിപ്പ് എന്നൊക്കെ പറയാം. സോ ദ വേർഡ് റീസണബിൾ അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആരാധനയെന്ന് ഇവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് മറ്റൊന്നുമല്ല. ഇറ്റ് ഈസ് ഗിവിങ് എ ലോജിക്കൽ എലമെൻറ്റ് ഫോർ അവർ വർഷിപ്പ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് മുമ്പാകെ അർപ്പിക്കുന്ന ആരാധനയുടെ പിന്നിലെ ആ യുക്തിയെക്കുറിച്ച് പ്രൈസ് ദി ലോർഡ് അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുകയാണ്. അപ്പോൾ എന്നെ ഈ വാക്യം പഠിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തത്, നമ്മുടെ ആരാധന ഒരു വൈകൃതത്തിൻ്റെ ആരാധനയല്ല, സുബോധമില്ലായ്മയുടെ ആരാധനയല്ല. നമ്മുടെ ആരാധന ഈസ് മോർ പ്രസൻറ്റബിൾ, ലോജിക്കൽ, റീസണബിൾ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ആരാധിക്കുന്നത്, ആരാധനയെക്കുറിച്ച് നമുക്ക് നല്ല ഗ്രാഹ്യമുണ്ട്. പലപ്പോഴും ദൈവമക്കളായ നമുക്കുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, നമ്മൾ ഈ ആരാധിക്കുന്നതിനെയും അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തെയൊക്കെ ഒരു എസ്തെറ്റിക് ലൈഫായിട്ട്, ഒരു ഉന്മാദത്തിൽ അല്ലെങ്കിൽ ഒരു ഹാലോസിനേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിലെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം, യെസ് ഓഫ് കോഴ്സ് ക്രിസ്ത്യാനിറ്റിയിൽ ഒത്തിരി മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് നമുക്ക് അറിയാനും കഴിയത്തില്ല. ബട്ട് ഈവൻ ദോ ദർ ആർ സെവറൽ മിസ്റ്റീരിയസ് എലമെൻറ്റ്സ്, ദ വർഷിപ്പ് ടു ദ ലോർഡ് ഈസ് വെരി റീസണബിൾ ആൻഡ് ലോജിക്. അതിനകത്ത് നമ്മൾ വളരെ ദൈവസ്ഥന യുക്തിഭദ്രമായി അല്ലെങ്കിൽ സുബോധത്തോടെ നമ്മുടെ ബുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കണം എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എ ലോജിക്കൽ വർഷിപ്പ് ബിഫോർ ദ ലോർഡ്. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് മുമ്പാകെ നമ്മുടെ ആരാധന അർപ്പിക്കുമ്പോൾ വി ഷുഡ് ബി വെരി അവെയർ അബൌട്ട് വാട്ട് ഐ ആം ഡൂയിങ്. ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ ആരാധനയുടെ ഘനം എത്രമാത്രമുണ്ട്, ഞാൻ ആരാധിക്കുന്നത് ആരെയാണ്, ആരാധിക്കുന്നതിൻ്റെ പിന്നിലെ ആ ശരിയായ ബോധ്യം എന്താണ്, ദ റിയൽ റീസൺ വൈ ഐ ആം വർഷിപ്പിംഗ് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമുക്ക് വ്യക്തമായ അറിവും ധാരണയും വേണം ആരാധിക്കുന്ന ഒരു വ്യക്തിക്കെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട്
ഇറ്റ് ഈസ് നോട്ട് എ ബ്ലാങ്ക് ഓർ എ ബ്ലൈൻഡ് വർഷിപ്പ്. ഒന്നും അറിയാത്തതുപോലെ ചുമ്മാ അങ്ങ് ആരാധിക്കുകയല്ല, മറിച്ച് നമ്മുടെ ആരാധനയിൽ ദർ ഷുഡ് ബി എ സ്ട്രോങ് ലോജിക്കൽ റീസൺ ഉണ്ടായിരിക്കണമെന്നാണ് പ്രൈസ് ദി ലോർഡ് പൗലോസിൻ്റെ ഈ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ദ വർഷിപ്പ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഈ ഒന്നാമത്തെ അധ്യായത്തിൽ നിന്ന് ഒന്നാമത്തെ വാക്യത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ 4 കൂട്ടം കാര്യങ്ങൾ അതിനകത്ത് പ്രധാനമായി കാണാം. There are 4 things that we can see in this first chapter of this first verses of this chapter. അതിലെ 4 കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കും. ഒന്ന്, there is a challenge put forward by പോൾ ഹിംസെൽഫ്. ഒരു വലിയ ചലഞ്ച് ദൈവജനത്തിന് മുമ്പാകെ, തൻ്റെ കേൾവിക്കാരുടെ മുമ്പാകെ, വായനക്കാരുടെ മുമ്പാകെ ദൈവാത്മാവിനാൽ പൗലോസ് പറയുകയാണ്. ഒന്ന്, നിങ്ങൾ എന്താണ് പ്രസൻറ്റ് യുവർ ബോഡീസ്, അല്ലേ? നിങ്ങളുടെ ശരീരങ്ങളെ അവിടെ പറയുന്നുണ്ട്. പ്രസൻറ്റ് യുവർ ബോഡീസ്, ഹാലേലൂയ പറയും, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിക്കും. പ്രസൻറ്റ് യുവർ ബോഡീസ്. പ്രൈസ് ദി ലോർഡ്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തോടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിനോടുള്ള ഒരു ചലഞ്ചാണ്, ഒരു ആഹ്വാനമാണ് ഇവിടെ നാം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇൻ അവർ കൺസിഡറേഷൻ ഓഫ് എ റീസണബിൾ വർഷിപ്പ് വി ഷുഡ് ബി അവെയർ അബൌട്ട് അവർ സെൽഫ്. എന്നെക്കുറിച്ച് തന്നെ എനിക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കും. എന്നെക്കുറിച്ചെന്ന് പറയുമ്പോൾ എൻ്റെ ജഡത്തെക്കുറിച്ച് എനിക്ക് നല്ല ലോജിക് അറിവുണ്ടായിരിക്കണം. ദാറ്റ് ഐ ആം പ്രസൻറ്റിങ് മൈ ബോഡി, എൻ്റെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ഐ ആം പ്രസൻറ്റിങ് മൈ ബോഡീസ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ നാം വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഒരാരാധിക്കുന്ന വ്യക്തി, ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി, ഹി ഈസ് പ്രസൻറ്റിങ് ഹിസ് ഫ്ലഷ്, തൻ്റെ ജഡത്തെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. സോ ആരാധന എന്ന് പറയുന്നത് അധരങ്ങളുടെ ഒരു അർപ്പണം മാത്രമല്ല. ഇറ്റ് ഈസ് നോട്ട് എ വെർബൽ സബ്മിഷൻ ഓർ ഇറ്റ് ഈസ് നോട്ട് സംതിങ് ആൻഡ് പെരിഫറൽ thing that we are doing. Praise the Lord. It is വെറും നമ്മുടെ അധര ദർപ്പണങ്ങളല്ല. ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്, അതിൽ നിന്നും അധികമാണ്. അപ്പോൾ ആരാധിക്കുന്ന വ്യക്തി എന്താണ് പ്രസൻറ്റ് ചെയ്യുന്നത്? ഹി ഈസ് പ്രസൻറ്റിങ് ഹിസ് ബോഡി ഓർ ഹർ ബോഡി, തൻ്റെ ശരീരങ്ങളെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ചലഞ്ച് ഫോർ എ വർഷിപ്പർ ഈസ് ടു പ്രസൻറ്റ് ഹിംസെൽഫ് ഓർ ഹിസ് ഫ്ലഷ്, തൻ്റെ ജഡത്തെ സമർപ്പിക്കുകയാണ്. സി, അവിടെ ഒരു പദം വീണ്ടും, ഇഫ് ഐ ഗോ ഡീപ്പർ ഇൻ ടു, അതിനകത്തൊരു പദം ഇംഗ്ലീഷ് വായിക്കുന്നത് പ്രസൻറ്റ് യുവർ ബോഡീസ്. ദാറ്റ് മീൻസ് സമർപ്പിക്കുക എന്നുള്ളതാണ്. വി നോ, ഈ പ്രസൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് എ വൺ ടൈം ആക്ട് ഓർ എ പെർമനൻ്റ് ആക്ട് എന്ന് പറയാം. നോട്ട് മോർ ദാൻ വൺ ടൈം എന്നല്ല, എ പെർമനൻ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങൾക്കൊരു പ്രസൻറ്റ് തന്നെന്ന് വിചാരിച്ചാൽ, അത് ഞാൻ അവിടുന്ന് പോകാൻ നേരത്ത് ഞാൻ തന്ന പ്രസൻറ്റിങ് തന്നെ ഞാൻ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് പ്രസൻറ്റേഷൻ ആണോ? അല്ല. ഇഫ് ഐ പ്രസൻറ്റ് സംതിങ് ടു എനി വൺ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഷെയ്നിന് ഒരു പ്രസൻറ്റ് കൊടുത്തു. ഐ ജസ്റ്റ് പ്രസൻറ്റഡ് ഇസ് സംതിങ്, ദിസ് ഈസ് ഫോർ യു എന്ന് പറഞ്ഞു കൊടുത്തു. അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, അത് അവിടുന്ന് അല്ലെങ്കിൽ ഷെയ്ൻ്റെ അടുക്കുന്നത് ഞാൻ പോകുമ്പോൾ ഞാൻ തന്ന പ്രസൻറ്റിങ് തന്നിട്ട് ഞാൻ കൊണ്ടുപോവുക എന്ന് പറയും. ഇല്ല, ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ആക്ട് given to someone. അങ്ങനെയെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പദം പ്രസന്റ് യുവർ ബോഡീസ്, നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുക എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ബീൻ ഗിവൺ ടു ദ ഡിസ്പോസൽ ഓഫ് ഗോഡ്, പ്ലേസ്ഡ് അറ്റ് വൺസ് ഡിസ്പോസൽ, ഒരാളുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ചതാണ്. സോ വി ഹാവ് നോ റൈറ്റ് ടു ടേക്ക് ഇറ്റ് ബാക്ക്. നമുക്ക് ഞാൻ ഇന്നാളെ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ സമർപ്പിച്ച, സ്നാനപ്പെട്ടപ്പോൾ തന്ന് അതിങ്ങനെ എടുക്കുക എന്ന് പറയാനുള്ള വ്യവസ്ഥ നമുക്കില്ല. ഇഫ് ഇറ്റ് ഈസ് പ്രസൻറ്റഡ്, ദ ഐഡിയ ഈസ് എ ടോട്ടൽ സറണ്ടർ ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും പല ആളുകൾക്കുമുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ദൈവത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആൾട്ടറിൽ ദൈവത്തിന് സമർപ്പിച്ച് കഴിഞ്ഞിട്ട് there will be some guilty or there some are guilty of holding back.
കൊടുത്തത് തിരിച്ചു മേടിക്കുന്ന പ്രവണത നമ്മളിൽ പലർക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ, ദൈവത്തിനു വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് ഒരു ആരാധനയായി ഏൽപ്പിച്ചതിന് ശേഷം വി ബെ സെറ്റ് ബാക്ക്, ഹോൾഡ് ടു അവർ സെൽഫ്. ഇത്രയൊക്കെ മതി, ഇത്രയൊന്നും ഇനി ആദ്യ രക്ഷിക്കപ്പെട്ട സമയത്തൊക്കെ ഒത്തിരി ഞാൻ ചെയ്ത് കൊടുത്തു, ഇനിയിപ്പോൾ അത്ര വേണ്ട. ഇഫ് വി ഹോൾഡ് ബാക്ക് our bodies by presenting or in the process of that presentation, that is really going away from the worship. Praise the Lord. So we should not present our bodies to God, then take it back and use it for ourselves again. എനിക്ക് വേണ്ടി, എൻ്റെ ജഡത്തിൻ്റെ അഭിലാഷത്തിന് വേണ്ടി ദൈവത്തിന് സമർപ്പിച്ച എൻ്റെ ശരീരത്തെ, ദൈവത്തിന് വേണ്ടി കൊടുത്ത എൻ്റെ ശരീരത്തെ വീണ്ടും തിരികെ എടുക്കുന്നത് ഒരു ശരിയായ ആരാധകൻ്റെ സൂചനയല്ല. ഇറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ ഫോർ എ വർഷിപ്പർ ടു ടേക്ക് ഓർ ഹോൾഡ് ബാക്ക് ഹിസ് പ്രസൻറ്റഡ് ബോഡീസ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ, നമ്മുടെ ശരീരം എത്രമാത്രം വിശുദ്ധമാകണമെന്നുള്ളത് ഇവിടെ നാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ശരീരം ദൈവസ്ഥാനത്തിൽ വിശുദ്ധമായി സമർപ്പിക്കപ്പെട്ടതാണെങ്കിൽ അവർ വർഷിപ്പ് ഇസ് നോട്ട് സിംപ്ലി എ വെർബൽ എക്സസൈസ്, ഇറ്റ് ഈസ് ഓൾസോ ദ പ്രസന്റേഷൻ ഓഫ് മൈ ബോഡി ടു ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അടുത്തൊരു പദം, the second thing that really makes sense, the cause of presenting myself or my bodies to the Lord, the cause, അവിടെ ദൈവാത്മാവ് പറയുന്നത്, അവിടെ therefore by the mercies of God, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്. ഞാൻ ഈ വാക്യം ഇന്ന് വായിച്ചപ്പോൾ ആക്ച്വലി എനിക്കത് കുറച്ചുകൂടെ ഇൻഡെപ്ത് കണക്ടിവിറ്റി ലഭിച്ചു. കാരണം എന്താ ചോദിച്ചാൽ, വി വെർ ജസ്റ്റ് ട്രാവലിംഗ് ത്രൂ ദി ഹോൾ ചാപ്റ്റേഴ്സ് ഓഫ് ദിസ് ഈ റോമൻ ലെറ്റേഴ്സിൻ്റെ എല്ലാ അധ്യായങ്ങളും വാക്യങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ പല ആവർത്തി നമ്മൾ കേട്ടിട്ടുള്ളതും ഞാൻ പറഞ്ഞിട്ടുള്ളതുള്ള കാര്യം ഇതാണ്: ദ സാൽവേഷൻ വി ഹാവ് റിസീവ്ഡ്, ഇറ്റ് ഈസ് ടോട്ടലി under the mercy of God. Praise the Lord. ദൈവത്തിൻ്റെ കരുണയാലും കൃപയാലുമാണ് ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടതെന്ന് ഇന്ന് രാത്രിയിലും കഴിഞ്ഞ 33 എപ്പിസോഡിലും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്. ഇറ്റ് ഈസ് പ്യുവർലി upon the grace of the Lord. ദൈവത്തിൻ്റെ കരുണയാലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. It is not by our works, it is not by our might, it is purely upon the grace of the Lord. So Paul is again just pinpointing that. Praise the Lord. I am urging you to present your bodies because it was ordered, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണം, there was a grace manifested in me. ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഒരിക്കൽ കൂടി റിമൈൻഡ് ചെയ്യാണ്. Why you need to present your bodies? Because you are privileged with the greatest, praise the Lord, God's grace and mercy upon your life. Praise the Lord. അപ്പോസ്തലൻ കഴിഞ്ഞ നാളുകളിലെല്ലാം പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് പോയിന്റ് ചെയ്യുകയാണ്. നിനക്ക് നിൻ്റെ ശരീരത്തെ ദൈവത്തിന് ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ആരാധനയായി സമർപ്പിക്കാൻ, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് നമ്മുടെ ഔദാര്യമല്ല. പ്രൈസ് ദി ലോർഡ്, ആരാധിച്ചേക്കാം, അങ്ങ് ദൈവത്തിന് അങ്ങ് കൊടുത്തേക്കാം എന്നല്ല. ബിക്കോസ് വി ആർ ലിവിങ് അണ്ടർ ദി മെർസി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാനായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ 1 Corinthians 15:10 പറയുന്നത്, ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് വാട്ട് ഐ ആം, ഞാൻ ആകുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. സോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ദൈവത്തെ ആരാധിക്കാനുള്ള ഈ ഒരു പ്രിവിലേജ് ലഭിച്ചത് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് അവർ റൈറ്റ്. എൻ്റെ അവകാശമായതുകൊണ്ടല്ല ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഐ എം പ്രസൻറ്റിംഗ് മൈ ബോഡീസ് ബിക്കോസ് ഐ ജസ്റ്റ് വില്ലിംഗ്ലി വാണ്ട് ടു ഡു ഇറ്റ്. അല്ല, ഇറ്റ് ഈസ് ബിക്കോസ് there is
ദ ഗ്രേസ് ഹാസ് ഓൾറെഡി ഡിസ്പ്ലേഡ് ഓവർ അസ്. എന്നിലും നിങ്ങളിലും പകർന്ന ആ ദൈവകൃപയ്ക്ക് അനുസൃതമാണ്. സോ ബിക്കോസ് ഓഫ് ദ ഗ്രേസ്, ഓർ ഇൻ അതർ വേർഡ്സ് ബിക്കോസ് ഓഫ് ദ മേഴ്സീസ് ദാറ്റ് വി ആർ എൻജോയിങ്, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ബിക്കോസ് ഗോഡ് ഹാസ് ഓൾറെഡി ഡെമോൺസ്ട്രേറ്റഡ് ഹിസ് മേഴ്സി. അപ്പോൾ ദൈവത്തിന് എൻ്റെ ശരീരത്തെ യാഗമായി സമർപ്പിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ദൈവം എനിക്ക് ചെയ്തതിൻ്റെ അത് ഓർത്തിട്ടാണ് ഞാൻ ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അത് ഓർത്തിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് നമ്മുടെ മസിലല്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്നാൽ ഇരിക്കട്ടെ ദൈവത്തിനെ അങ്ങ് ആരാധിച്ചേക്കാമെന്നല്ല. ഇറ്റ് ഈസ് ബിക്കോസ് ദൈവം നമ്മളോട് കരുണ കാണിച്ചതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച സംസാരിച്ചതുപോലെ യെശയ്യാ പ്രവാചകൻ്റെ വെളിപ്പാടിനെ കുറിച്ച് സംസാരിച്ച ഒരു കാര്യം എന്ത് തന്നെയായിരുന്നു? കഴിഞ്ഞ ഞായറാഴ്ചയാണോ എപ്പോഴും ഒരു ദിവസം ഞാൻ ഓർപ്പിച്ചിട്ടുണ്ടല്ലോ, ഫാസ്റ്റിംഗ് പ്രയറിലാണെന്ന് തോന്നുന്നു. യെസ്, പറഞ്ഞിരുന്നല്ലോ. യെശയ്യാ പ്രവാചകൻ പറഞ്ഞൊരു വാക്ക് എന്താണ്? അടിയൻ ഇതാ. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് ഓൺലി ദാറ്റ് വി ക്യാൻ സേ, ഹിയർ ഐ ആം. പ്രൈസ് ദി ലോർഡ്. യെസ് ലോർഡ്, ഹിയർ ഐ ആം. എന്നെ അയക്കണമേ, എന്നെ അടിയനെ അയക്കണമേ എന്ന് പറയാനേ എനിക്ക് നിങ്ങൾക്കും അവകാശമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് ദ കോസ്. ആൻഡ് ഇൻ ദാറ്റ് ദർ ഈസ് ഓൾസോ എ കോൺസിക്രേഷൻ. അവിടെ പറയുന്നത് ജീവനുള്ള ആരാധനയായി സമർപ്പിക്കണം, അല്ലേ? അവിടെ അങ്ങനെയല്ലേ വായിക്കുന്നത്? നിങ്ങളുടെ ആരാധന എങ്ങനെയാണ്? നിങ്ങളുടെ ജീവനും വിശുദ്ധിക്ക് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അതിന് മുമ്പ് മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിക്കും, ലിവിങ് സാക്രിഫൈസ്. ഇവിടെ വായിക്കുമ്പോൾ ഇത് വളരെ ഒരു ഡ്രെഡ്ഫുള്ളി ആൻഡ് പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് തോന്നും. ജീവനും വിശുദ്ധിയും. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ജീവനും എന്നുള്ളതാണ്. ഇതൊരു ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിലാണ് വായിക്കുന്നത്. ടു പ്രസൻറ്റ് യുവർ ബോഡീസ് എ ലിവിങ് ആൻഡ് ഹോളി സാക്രിഫൈസ്. ജീവനുള്ള ആരാധനയായി സമർപ്പിക്കണം എന്നുള്ളതാണ്. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവനുള്ള ഒരു കണ്ടിന്യൂസ് ഫോമിലാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദ കോൺസിക്രേഷൻ ഓഫ് മൈ വർഷിപ്പ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. അതെന്താണ്? ഇറ്റ് ഈസ് എ ലിവിങ് സാക്രിഫൈസ്. അത് വളരെ അല്പം വേദനാജനകമാണെന്ന് തോന്നും. കാരണം സാക്രിഫൈസ് എന്ന് പറയുന്നത് സംതിങ് ഷുഡ് ഡൈയിങ് ആണ്, അല്ലേ? പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ സാക്രിഫൈസ്, ബൈബിൾ ടൈംസിൻ്റെ സാക്രിഫൈസ് എന്ന് പറയുന്നത് ആനിമലിനെ അല്ലെങ്കിൽ ഒരു മൃഗത്തെ കൊണ്ടുവരിക, അതിൻ്റെ മേലെല്ലാ പാപവും ചുമത്തുക, നമ്മളൊന്നും അറിയണ്ട, ആ മൃഗം ആ പാപത്തിൻ്റെ വേദന അനുഭവിക്കുക, മരിക്കുക, ആൻഡ് നമുക്ക് വേണ്ടി ആ മൃഗത്തെ കൊല്ലുക. അതിൻ്റെ വേദനയെല്ലാം ആരുടെ മണ്ടയ്ക്കിട്ടു? ആ മൃഗത്തിൻ്റെ മണ്ടയ്ക്കിട്ടു. സോ തീർന്നു. പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടുള്ള യാഗം അല്ലെങ്കിൽ ആരാധന അവിടെ കഴിഞ്ഞു. സോ ഇറ്റ് വാസ് ദ ബ്ലഡ് ഷെഡ് ആൻഡ് ദ ഫ്ലഷ് വാസ് ബേൺഡ് ഓൺ ദ ആൾട്ടർ. ആൾട്ടറിൽ അല്ലെങ്കിൽ യാഗപീഠത്തിൽ അതിൻ്റെ ഫ്ലഷ് വെച്ചു, അതിൻ്റെ ബ്ലഡ് ഒഴിച്ചു, കഴിഞ്ഞു. ദാറ്റ് ഡസ് നോട്ട് സൗണ്ട് ലൈക്ക് സംതിങ് ഐ വാണ്ട് ടു ഇൻവോൾവ്. അതിനകത്ത് ഞാൻ ഉൾപ്പെടുന്നില്ല, കാരണം ആ മൃഗത്തെ കൊല്ലുന്നതോടുകൂടി എൻ്റെ പ്രശ്നത്തിന് പരിഹാരമായി. ബട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ദ ലോർഡ് ഈസ് കോളിംഗ് അസ് ഹിയർ ടു ഡു, he called the people in the Old Testament to do this. The sacrifice വാസ് ടു ഡൈ, മരിക്കാനുള്ളതായിരുന്നു സാക്രിഫൈസ് എന്ന് പറഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സാക്രിഫൈസ് ഈസ് ടു ലിവ്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ സാക്രിഫൈസ് ഈസ് ടു ഡൈ ആയിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യാഗം എന്ന് പറയുന്നത് ജീവനുള്ളതാണ്, ജീവിക്കാനുള്ള. അവർ സാക്രിഫൈസ് ഈസ് ടു ലിവ്, അത് ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്. യെസ് പ്രിയപ്പെട്ടവരെ, ഇറ്റ് ഈസ് മോർ കോസ്റ്റ്ലി, പെയിൻഫുൾ, ഡിഫിക്കൽട്ട് ആൻഡ് പേഴ്സണൽ ഒരു പേഴ്സണൽ അറ്റൻഷൻ ഈസ് വെരി നെസസറി. പ്രൈസ്. പഴയ നിയമത്തിലാണെങ്കിൽ മൃഗം എല്ലാം വേദന എടുത്തോളും, എല്ലാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും മൃഗത്തിൻ്റെ മേലിട്ടാൽ മതി. പൈസ ഇല്ലാത്തവനാണെങ്കിൽ ചെറിയ കുറുപ്രാവിനെ കൊടുത്തിട്ട് അതുകൊണ്ട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പക്ഷെങ്കിൽ ആസ് പെർ ദി ന്യൂ ടെസ്റ്റ്മെൻറ്റ് ടീച്ചിങ് നമ്മൾ ജീവനുള്ള യാഗമാണ്. ഇറ്റ് ഈസ് എ ലിവിങ് സാക്രിഫൈസ്. That there should be a cost, there should be a pain, there should be we have to sense that difficulty, and it is a personal and of course very necessary also. ഈ ലിവിങ് സാക്രിഫൈസിനെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കാം. ഈ ലിവിങ് സാക്രിഫൈസ് മീൻസ് ദറ്റ് വി ആർ ടു ബി ഓൺ ദി ആൾട്ടർ വേർ എവർ വി ആർ, അല്ലേ?
ഈ യാഗപീഠത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന യാഗവസ്തുവിനെ ദഹിപ്പിച്ച് കഴിഞ്ഞാൽ ഫിനിഷ്ഡ്. ചാരം എടുത്ത് കളയുക, അതിൻ്റെ പാളത്തിന് പുറത്ത് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ എക്സ്ക്രീഷൻസ് അല്ലെങ്കിൽ അത് പിന്നെ പുരോഹിതന് അത് ക്ലിയർ ഔട്ട് ചെയ്യുക, കഴിഞ്ഞ പരിപാടി. ബട്ട് ജീവനുള്ള യാഗം എന്ന് പറയുമ്പോൾ എവറി ടൈം ഓൺ ദി ഓൾട്ടർ യുവർ ബോഡി ഈസ് പ്രസൻറ്റഡ്, അല്ലേ? അതല്ലേ അതിൻ്റെ അർത്ഥം. ദ ലിവിങ് സാക്രിഫൈസ് മീൻസ് ദറ്റ് വി ആർ ഓൺ ദി ഓൾട്ടർ വേർ എവർ എന്ന് പറഞ്ഞാൽ സൺഡേ ആരാധനയ്ക്ക് വന്നാലും, ഓഫീസിൽ പോയാലും, സ്കൂളിൽ പോയാലും, കോളേജിൽ പോയാലും, മെട്രോയിൽ കയറിയാലും, ബസ്സിൽ കയറിയാലും, ടാക്സിയിൽ പോയാലും, എവിടെയാണെങ്കിലും വി ഹാവ് ടു ബി റിമൈൻഡഡ് ദാറ്റ് മൈ ബോഡി ഈസ് ഓൺ ദി ഓൾട്ടർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ യാഗപീഠത്തിൻ്റെ മുകളിൽ മൈ ബോഡി ഹാസ് ബീൻ പ്രസൻറ്റ്, ഓർ ഐ ഹാവ് ബീൻ പ്രസൻറ്റ് ഓൺ ദി ഓൾട്ടർ. അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. സോ ബിക്കോസ് ഐ ആം സ്റ്റിൽ പ്ലേസ്ഡ്, ഇപ്പോഴും ഞാൻ അവിടെ ആയിരിക്കുന്നു, റിഗാർഡ്ലെസ് ഓഫ് അവർ കോണ്ടെക്സ്റ്റ്, റിഗാർഡ്ലെസ് ഓഫ് അവർ ജിയോഗ്രഫിക്കൽ സറൗണ്ടിങ്സ്, എവിടേക്കാണോ ആയിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നത് ഈ സൺഡേ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ യാഗപീഠത്തിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മളെ ഒന്ന് വെക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേ നമ്മൾ അവിടെ നിന്ന് താഴോട്ട് ഇറക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ വഴി കൂടെ ഒക്കെ പോയിട്ട് അടുത്ത സൺഡേ വരും വീണ്ടും അതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറ്റി വെക്കുകയാണ്, അല്ലേ? എന്നാൽ ദൈവജനം നമ്മളെ ഓർപ്പിക്കുന്നത് ജീവനുള്ള യാഗം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മാറ്റാനൊരു ഓപ്ഷൻ ഇല്ല. എവറി ടൈം ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ഓൺ ദി ഓൾട്ടർ വേർ എവർ യു ഗോ. എവിടെ പോയാലും ഓൾട്ടർ നമ്മുടെ മുകളിലുണ്ട്, അല്ലെങ്കിൽ വി ആർ പ്ലേസ്ഡ് ഓൺ ദി ഓൾട്ടർ. ദാറ്റ് ഈസ് ലിവിങ് സാക്രിഫൈസ്. പ്രൈസ് ദി ലോർഡ്. ആൻഡ് ലിവിങ് സാക്രിഫൈസ് ഓൾസോ ഡിനോട്ട്സ് എന്താണ്? കോൺസ്റ്റന്റ് ആൻഡ് കണ്ടിന്യൂസ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ആ പ്രക്രിയ പഴയ നിയമത്തിലാണെങ്കിൽ എറ്റ് എ വൺ ടൈം ആൻഡ് ഇറ്റ് ഹാസ് എ ടൈം പീരീഡ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എന്നാൽ ജീവനുള്ള ആരാധന എന്ന് നമ്മളിവിടെ വിശേഷിപ്പിക്കുമ്പോൾ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് കണ്ടിന്യൂസ് സാക്രിഫൈസ്. ദിസ് ഇസ് നോട്ട് സംതിങ് ദറ്റ് വി ഡു ഫ്രം ടൈം ടു ടൈം. ഓരോ സമയത്ത് ചെയ്യാനുള്ളതല്ല. ഇത് നമ്മൾ ഇന്ന് ആരംഭിച്ചെങ്കിൽ ഇറ്റ് ഈസ് കണ്ടിന്യൂലി ഗോയിങ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ അറിഞ്ഞ നിമിഷം മുതൽ, രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ, അല്ലെങ്കിൽ ചിലർ വിചാരിക്കുന്നുണ്ട് ഈ സ്നാനപ്പെടുന്നതാണ് ടൈം ഓഫ് ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളോടെല്ലാം ഈ സ്നാനത്തെക്കുറിച്ചൊക്കെ പല ഡിസ്കഷൻസൊക്കെ ചെയ്തപ്പോഴും ഒക്കെയും പലരും ഹെസിറ്റേറ്റ് ചെയ്തു, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയും ഭയങ്കര ഒരു കോൺട്രാക്റ്റിലേക്ക് പോകണം. അല്ല, നമ്മൾ രക്ഷിക്കപ്പെടുന്ന പോയിൻ്റാണ് വാസ്തവത്തിൽ ആ ഫസ്റ്റ് നമ്മൾ ദൈവവുമായിട്ട് വെക്കുന്ന കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഒരു ന്യൂ സ്റ്റാർട്ട് ഓഫ് മൈ ട്രാൻസ്ഫോംഡ് ലൈഫ് ദാറ്റ് ഐ ആം ഡിസ്പ്ലേയിങ് വിത്ത് ദ ലോർഡ്. ദൈവത്തോടൊപ്പം ചേർന്ന് ഞാൻ ജീവിക്കുന്ന ഒരു ട്രാൻസ്ഫോംഡ് ലൈഫിൻ്റെ ഒരു ന്യൂ സ്റ്റാർട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു, ഇനിയാണ് സ്ഥാനം. അങ്ങനെയല്ല. ഇറ്റ് ഈസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് എ റിലേഷൻ ദാറ്റ് വി ആർ ബീൻ ബിൽഡിംഗ് വിത്ത് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഈ ജീവനുള്ള യാഗമായി സമർപ്പിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ടൈം ടു ടൈം. ഓരോ സമയത്തല്ല ഈ യാഗം നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് കണ്ടിന്യൂസ് സാക്രിഫൈസ് ആണ്. Praise the Lord. But we are to offer this body up to the Lord and never ask for it back again. യാഗപീഠത്തിൽ വെച്ച എൻ്റെ ജീവൻ, എൻ്റെ ശരീരം, എൻ്റെ എൻ്റെ ആത്മാവിനെ എനിക്കിനി അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഓൾവേസ് പ്ലേസ്ഡ് ഓൺ ദിസ് ഓൾട്ടർ. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് കണ്ടിന്യൂസ് സാക്രിഫൈസ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, living sacrifice means the body sacrifices its own desire for those of God. ദൈവത്തിന് വേണ്ടി എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും ഞാൻ യാഗമാക്കുകയാണ്. മൃഗത്തിന് യാഗമാക്കുമ്പോൾ മൃഗത്തിൻ്റെ ഡിസയറോ അല്ലെങ്കിൽ അത് വേറൊരു കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ, ഇവിടെ ജീവനുള്ള ആരാധന എന്നെ സമർപ്പിക്കുമ്പോൾ എൻ്റെ ശരീരത്തിന് ദൈവത്തിന് നിൻ്റെ ശരീരം വേണമെന്ന് ചോദിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ലിറ്ററലി നമ്മുടെ ഫ്ലഷോ നമ്മുടെ ശരീരമല്ല നമ്മൾ നൽകുന്നത്. ഇൻഫാക്റ്റ് നമ്മൾ നൽകുന്നത് നമ്മുടെ ഡിസയറാണ്. പ്രൈസ് ദി ലോർഡ്. ഓഫ് കോഴ്സ് നമ്മുടെ ജഡം കൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. കള്ളു കുടിക്കാനോ മദ്യപിക്കാനോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കാനോ ഒന്നും പാടില്ല. നമ്മുടെ ജഡത്തെ ദണ്ഡിപ്പിക്കുന്ന യാതൊന്നും ചെയ്യല്ല. ബട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ശരീരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഫിസിക്കൽ ബോഡി, ബട്ട് മോർ ദാൻ ദാറ്റ് ദ റിയൽ ഡിസയർ ഓഫ് അവർ സെൽഫ്. ഞാൻ എൻ്റെ ശരീരത്തെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുമ്പോൾ ഐ ആം റെഡി ടു സാക്രിഫൈസ് മൈ ഡിസയർ. എൻ്റെ ആഗ്രഹങ്ങളെ,
ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് ഈ അടുത്ത താഴോട്ട് 2 വരുമ്പോൾ പറയുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപരാകാതെ എന്നുള്ള ഭാഗം വരുന്നുണ്ട്. അത് അവിടെ തൊടുമ്പോൾ ഞാൻ അവിടേക്ക് കയറുമ്പോൾ ഞാനത് പറയാം. സോ ഇറ്റ് ഈസ് നോട്ട് അവർ ഡിസയർ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഫ്ലഷിൻ്റെ ആഗ്രഹങ്ങളല്ല. ബട്ട് പ്രൈസ് ദി ലോർഡ്, ദറ്റ് എവറിത്തിങ് ദറ്റ് ബോഡി ഡസ് ഹീസ് ഹെൽഡ് ടു ദ ഗൈഡൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ ജഡം കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട് ചെയ്യേണ്ടതെല്ലാം ദൈവത്തിൻ്റെ ഗൈഡൻസിൽ, ദൈവവചനത്തിൻ്റെ ഗൈഡൻസിൽ ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ് ഈ യാഗമെന്ന് പറയുന്നത്, ഈ ആരാധന എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തെ, എൻ്റെ ജഡത്തെ, എൻ്റെ ചിന്തയെല്ലാം ഐ ആം ജസ്റ്റ് ഗിവിങ് ടു ദ ലോർഡ് ഫോർ ഹിസ് ഗൈഡൻസ്. തൻ്റെ നിയോഗത്തിനായിട്ട് ഞാൻ അത് സമർപ്പിക്കുകയാണ്. See, so that is a very in-depth thing. Maybe it would be a costly, painful and dreadful. Sometime maybe we think that it is very difficult. Yes, of course, it may be difficult, but it is what a Christian has to do. Praise the Lord. And the living sacrifice means that body is devoted to the task of serving God. പ്രൈസ് ദി ലോർഡ്. ഒരു ഭാഷയിൽ ഒരു അമേരിക്കൻ സ്റ്റാൻഡേർഡ് വെർഷനിൽ വായിച്ചത് ഇങ്ങനെയാണ്, സ്പിരിച്വൽ സർവീസ് ഓഫ് വർഷിപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്പിരിച്വൽ സർവീസ് ഓഫ് വർഷിപ്പ്. സോ ദാറ്റ് മീൻസ് ഐ ആം സറണ്ടറിങ് മൈ ബോഡി ഓർ ഐ ആം സറണ്ടറിങ് മൈ സെൽഫ്. ദാറ്റ് മീൻസ് ഐ ആം ഡിവോട്ടഡ് ടു ദി ടാസ്ക് ഓഫ് സെർവിങ് ഗോഡ്. ദൈവത്തെ ആരാധിക്കാനായിട്ട് എന്നെ തന്നെ, അല്ലെങ്കിൽ ദൈവത്തെ ശുശ്രൂഷിക്കാനായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. സോ ദ ടേം വർഷിപ്പ് ഹാസ് എ വൈഡർ മീനിങ്. നമ്മൾക്ക് വർഷിപ്പ്, നമുക്ക് ഈ ചിലപ്പോൾ ഈ ഇടങ്ങിയ യാഥാസ്ഥിക പെന്തക്കോസുകാർക്കൊക്കെ ആരാധന എന്ന് പറയുമ്പോൾ കൈയടിച്ച് പാട്ട് പാടുക എന്ന് മാത്രമുള്ളൊരു ചിന്തയിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. ആരാധന എന്ന് പറഞ്ഞാൽ ഓക്കെ, പാട്ട് പാടി ആരാധന, നല്ല ആരാധനയായിരുന്നു ഇന്നത്തെ സഭ, നല്ല ആരാധനയാണെന്ന് ആരും ചോദിച്ചാൽ ഇന്ന് നല്ല ആരാധനയായിരുന്നു. എന്തിനകത്താണ് നമ്മൾ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നല്ല പാട്ടും നല്ല വൈബ്രൻ്റായിട്ട് ദൈവത്തെ അഭിഷേകത്തോട് ആരാധിച്ച് അന്യഭാഷ. സോ വി ഡിഫൈൻ ഓൾ ദീസ് തിങ്സ് ആസ് വർഷിപ്പ്. ബട്ട് ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് അവർ വർഷിപ്പ്. ബട്ട് മോർ ദാൻ ദാറ്റ്, ദ വർഷിപ്പ് മീൻസ് എ ബിഗർ ഡയമെൻഷൻ. അതൊരു വലിയ അർത്ഥതലം തന്നെയുണ്ട്. സോ യഥാർത്ഥ ആരാധന ദൈവത്തിന് ശുശ്രൂഷിക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ജീവനുള്ള ആരാധന എന്ന് പറയുന്നത്. ബട്ട് ദാറ്റ് മീൻസ് ഐ ആം റെഡി ടു സെർവ് ദ ലോർഡ്. അത് പല നിലകളായിരിക്കാം, അനേകരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഒരു ശുശ്രൂഷയിൽ ഏർപ്പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ കസാര പറക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പാട്ട് പാടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നതായിരിക്കാം. ഇനി നമ്മുടെ അല്ല, പുറത്തൊക്കെയുള്ള എത്രയോ ആളുകൾക്ക് ചിലപ്പോൾ നമ്മൾ ഓർക്കുന്നത് ഈ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സർക്കിളിൽ ആൾക്കാർ അല്ല, എത്രയോ മനുഷ്യർ, ധാരാളം നിരാലംബരായിട്ടുള്ള ആളുകൾ ഈ ദേശങ്ങളിൽ ചുറ്റുപാടും നമ്മുടെ ചുറ്റുപാടും കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചിലെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത്, ഞാൻ പേര് പറയുന്നില്ല, ഒരു ദിവസം ഈ വയുദ്ധത്തിൻ്റെയൊക്കെ സാഹചര്യത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒന്ന് ചുമ്മാ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ ഒന്ന് വണ്ടിയെങ്കിലും ഇന്ന് പോയപ്പം ചുമ്മാ നിർത്തി കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി നിന്ന് അദ്ദേഹത്തോട് വന്ന് പറഞ്ഞത്, സാറേ ഞങ്ങൾക്കൊരു ജോലി, അത്യാവശ്യം ഒരു ജോലി, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി, ഞങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പറഞ്ഞു ജോലിക്ക് തരാനായിട്ട് നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ഫുഡ് തരാമെന്ന് പറഞ്ഞപ്പം ആ ഫുഡ് കൊടുക്കാനായിട്ട് കരമെടുത്ത് ആ ഫുഡ് പാക്കറ്റ്സ് കൊടുത്ത സമയത്ത് തൻ്റെ വണ്ടിക്ക് ചുറ്റിനും നിന്ന ആളുകൾ അത് ആർത്തിയോടെ വലിച്ച് പറിച്ച് കൊണ്ടുപോയപ്പോൾ തൻ്റെ കൈ വരെ അതിനകത്ത് മുറിഞ്ഞു പോയി. അത്രമാത്രം ആളുകൾ ആർത്തിയോടെ ഭക്ഷണമില്ലാതെ ഈ UAE-യിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ, ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ഭക്ഷണമില്ലാതെ ആളുകൾ ഇവിടെ വലയുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സോ അവർ സർവീസ് ടു ദ ലോർഡ് ഈസ് not merely the exercise of our verbal exercise. More than that, it is a service. ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന, ദൈവനാമത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷകളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദ റീസൺ, സമയം ഒത്തിരി പോവാണ്. പ്രൈസ് ദി ലോർഡ്. സോ the very consecration of our worship is the living sacrifice. That means we are always on the altar. It is a constant and continuous service. It is a sacrifice of our desire. It is a devotion to serve, a task of serving God. Praise the Lord.
അപ്പോൾ ആൻഡ് ഓൾസോ ഇതിനകത്ത് ദ വർഷിപ്പ് ഓഫ് ഗോഡ് ഈസ് ഓൾസോ എ കണ്ടീഷൻഡ്. ദ കണ്ടീഷൻസ് അവിടെ പറയുമ്പോൾ ആ വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്, ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ജീവനുള്ളതും വിശുദ്ധിയും. അടുത്തൊരു വാക്കാണ് ഓഫുൾ സർവീസ് എന്ന് പറഞ്ഞാൽ അത് സെർവ് ചെയ്യുന്നത് സംതിങ് കോൺസിക്രേറ്റഡ് ആൻഡ് സെറ്റ് അപ്പാർട്ട്. ജീവനും വിശുദ്ധിയും അല്ലെങ്കിൽ ലിവിങ് സാക്രിഫൈസ്. അവിടെ പറയുന്നത് ലിവിങ് ആൻഡ് ഹോളി സാക്രിഫൈസ്. അപ്പം നമ്മുടെ ആരാധനയുടെ ഒരു കണ്ടീഷൻ കൂടി പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇറ്റ് ഈസ് ഷുഡ് ബി ഹോളി. അത് പ്രൈസ് ദി ലോർഡ് വിശുദ്ധമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ, കാഴ്ചയിൽ പ്രൈസ് ദി ലോർഡ് വിശുദ്ധമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത്, ദൈവത്തിന് സമർപ്പിക്കുന്നത് വിശുദ്ധമാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥതലം എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആർക്കാ കൊടുക്കുന്നതെന്ന് ഓർത്താൽ മതി, ആർ വി ഡൂയിങ് ഇറ്റ് ഇൻ എ ഹോളി ഓർ നോട്ട്. കാരണം പഴയ നിയമത്തിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചതിനെക്കുറിച്ചുള്ള പഴയ നിയമ ന്യായപ്രമാണത്തിൽ അതിനകത്ത് അശുദ്ധിയുടെ ഒരു മണ്ഡലം പോലും ഉണ്ടാകാൻ പാടില്ല. പഴയ നിയമത്തിൻ്റെ ഓരോ വാക്യങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ, അശുദ്ധമായി തൊടരുത്, ആലയത്തിൽ പോകുന്ന ശുശ്രൂഷകർ, പുരോഹിതന്മാർ രക്തം പുരണ്ടത് തൊടരുത്, അവിടെ നോക്കരുത്, പിടിക്കരുത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഒരിക്കൽ മോശയോട് ഹോരേബ് പർവ്വതത്തിൽ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിന്റെ ചെരുപ്പ് ഊരിയിട്ട് വരാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ബിക്കോസ് യു ആർ എൻ്ററിങ് ഇൻ ടു എ ഹോളി പ്ലേസ്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള ഒരു പ്രക്രിയ ഏറ്റവും വിശുദ്ധമായതാണെങ്കിൽ, പഴയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ചെറിയ അശുദ്ധി പറഞ്ഞാൽ ഈ ഡെത്ത്, അവിടെ പിന്നെ വേറൊരു പരിപാടിയില്ല, അവിടെ പിന്നെ അവനെ കൊന്നുകളയുക എന്നുള്ളതാണ്. അശുദ്ധിക്ക് യാതൊരു ഇടവുമില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആ ദൈവത്തിന് പുതിയ നിയമത്തിൽ വന്നപ്പം ഒരു സെക്കൻഡ് ദൈവമല്ല, ഒരു സെക്കൻഡറി ദൈവമല്ല, ഒരു സബോർഡിനേറ്റ് ഗോഡിനെ അല്ല നമ്മൾ സേവിക്കുന്നത്. സെയിം ഗോഡ്. മോശ ഹോരേബ് പർവ്വതത്തിൽ കണ്ട അതേ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ യാഗപീഠത്തിന്മേൽ തീ ഇറക്കി ദഹിപ്പിച്ച അതേ ദൈവം, ആ ദൈവത്തെയാണ് നാമും ആരാധിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ചുമ്മാ ചെല്ലാൻ പറ്റുമോ? ചുമ്മാ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ? The same God, the holy God who has led the Israelites from the Egypt, the holy God who has been revealed himself to Moses, the holy God who acted in the Old Testament in a mighty way, വിശുദ്ധമായ തലത്തിൽ ഇടപെട്ട ആ ദൈവം ഈ പുതിയ നിയമത്തിൽ പ്രൈസ് ദി ലോർഡ് ദൈവം ഇച്ചിരി ഗ്രേസ് കാണിക്കുന്നുണ്ടെന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ കൃപയില്ലായിരുന്നെങ്കിൽ വി വെർ നോട്ട് ഈവൻ വർതി ടു ജസ്റ്റ് എൻ്റർ ഇൻ ടു ഹിസ് പ്രസൻസ്. അല്ലെങ്കിൽ അയോഗ്യമായി നമ്മളവിടെ ചെന്നിരുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് ജസ്റ്റ് ഇമ്മീഡിയറ്റ് അതിൻ്റെ പണിഷ്മെൻ്റാണ് വരുന്നത്. എന്നാൽ പ്രൈസ് പൗലോസ് പറയുകയാണ്, നോട്ട് ടേക്ക് ഇറ്റ് ഗ്രാൻഡഡ്. നമ്മുടെ ആരാധന വിശുദ്ധമായത് ആയിരിക്കണം. ലെറ്റ് ഇറ്റ് ബി ഹോളി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് കൊടുക്കുന്നത് ഏറ്റവും ഹോളി ആയിട്ടുള്ളതാണ്. That is mean, the idea here is that life is totally sold out, separated and sacrificed to the Father. Hallelujah. അതിന് കൊടുക്കേണ്ടതായ ഗൗരവം എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് പകുതി മനസ്സോടെയല്ല. It should be purely given with a holy mind. വളരെ പ്രൈസ് ദി ലോർഡ് വിശുദ്ധമായ ഒരു ആരാധന. പിന്നെ അവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അവിടെ ഒരു വാക്കും കൂടെ പറയുന്നുണ്ട്, അക്സെപ്റ്റബിൾ ടു ഗോഡ്. അല്ലേ? നിങ്ങളുടെ ആരാധനയെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും. സോ എവറി വർഷിപ്പ് മേ നോട്ട് ബി അക്സെപ്റ്റബിൾ ബൈ ഗോഡ്. എല്ലാം ദൈവത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല. The word acceptable means well pleasing, well satisfying ആയിട്ടുള്ള. So God is pleased when a life is sacrificed on the altar of his service for his glory. ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ദൈവത്തിൻ്റെ യാഗപീഠത്തിന്മേൽ സമർപ്പിക്കപ്പെടുന്ന ആരാധനയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അതല്ലാതെ പ്രൈസ് ദി ലോർഡ് എൻ്റെ മോട്ടീവിനോ
നമ്മുടെയൊക്കെ ഇൻറ്റൻഷന് വേണ്ടി ആരാധിക്കുന്ന ഒരു ആരാധനയ്ക്കും ദൈവം പ്രസാദിക്കുന്നില്ലെന്ന് എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു സെൽഫ് മോട്ടീവിലാണ് നാം ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആരാധന ദൈവം പ്രസാദിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ കോർപ്പറേറ്റ് വർഷിപ്പ് ആയിക്കോട്ടെ, പേഴ്സണൽ വർഷിപ്പ് ആയിക്കൊള്ളട്ടെ, എന്താണേലും ഇഫ് ഇറ്റ് ഈസ് നോട്ട് കമ്മിങ് ഓർ ഇറ്റ് ഈസ് നോട്ട് പ്രസൻറ്റഡ് ടു ദ ഗ്ലോറി, ഹിസ് ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അല്ല അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെറും എന്താ പറയുന്നത്, ചിലമ്പുന്ന കൈത്താളമെന്ന് പുതിയ നിയമത്തിൽ പറയുന്നത് പോലെ വെറുതെ നമ്മുടെ അധരങ്ങൾ ചരിപ്പിക്കുന്നു, ചിലമ്പുന്ന കൈത്താളം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഇറ്റ് ഈസ് നോട്ട് റിയലി പ്ലീസിങ് ടു ദ ലോർഡ്. അപ്പോൾ നമ്മൾ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് അവർ വർഷിപ്പ് ഷുഡ് ബി അക്സെപ്റ്റബിൾ ടു ദ ലോർഡ്. ദൈവത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി അക്സെപ്റ്റബിൾ ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അത് സമർപ്പിക്കപ്പെടുന്നതായിരിക്കണം. സോ ദിസ് ഈസ് സംതിങ് ദാറ്റ് ഇൻവോൾവ്ഡ് ഇൻ ദി വർഷിപ്പ് ഓഫ് ഗോഡ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ദ ഹോളി ദി സീക്രട്ട് ഓഫ് ദ ഹോളി ലിവിങ്ങിൽ ഒന്ന് ദ വർഷിപ്പാണ്. ആ വർഷിപ്പിൽ ദർ ഇസ് എ ചലഞ്ച്, ദർ ഇസ് എ കോസ്, ദർ ഇസ് എ കോൺസിക്രേഷൻ ആൻഡ് ദർ ഇസ് എ കണ്ടീഷൻ. ഇത് നാലും സാറ്റിസ്ഫൈ ചെയ്യുന്ന, നാലും പൂർത്തീകരിക്കപ്പെടുന്നതാണ് വാസ്തവത്തിൽ ദൈവത്തെ ആരാധിക്കുക. ദി ലോജിക്കൽ വർഷിപ്പ്, ദി ബുദ്ധിയുള്ള ആരാധന. അപ്പം പറഞ്ഞല്ലോ, നമ്മളെ പറയുന്ന ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് നിസ്സാരമല്ല. ദിസ് ഈസ് വാട്ട് വർക്ക് ഈസ് വർക്കിംഗ് ഇൻ മൈ മൈൻഡ്. ഇത് ചിന്തിച്ചിട്ടുള്ള ആരാധനയാണ്. ഏത്? ദ റിയൽ ചലഞ്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ശരീരത്തെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. ദ റിയൽ കോസ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ മേഴ്സി ഓഫ് ദ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദ റിയൽ കോൺസിക്രേഷൻ ഈസ് ദ ലിവിങ് സാക്രിഫൈസ്. ഞാൻ എൻ്റെ ജീവനുള്ളതാണ്. ആൻഡ് ദ കണ്ടീഷൻ, ഇറ്റ് ഈസ് ഹോളി. പ്രൈസ് ദി ലോർഡ്. കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദൈവത്തിന് വിശുദ്ധമായതും അക്സെപ്റ്റബിളുമായിട്ടുള്ളത്. ഇതിനെല്ലാം കൂടെ ചേർത്താണ് അപ്പോസ്തലൻ പറയുന്നത് ബുദ്ധിയുള്ള ആരാധന. അപ്പോൾ ഇവിടെ ഇച്ചിരി ബുദ്ധി വേണ്ടായോ? നമുക്ക് ഇച്ചിരി ബുദ്ധി വേണ്ടായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ആരാധിക്കണമെങ്കിൽ വെറുതെ പറ്റുമോ? ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കാതെ ആരാധിക്കാൻ നമുക്ക് കഴിയുമോ? ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കാതെ ആരാധിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥമാണ് ബുദ്ധിയില്ലാത്ത ആരാധന എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ബുദ്ധിയുള്ള ആരാധനയാണെങ്കിൽ ഈ വക കാര്യങ്ങൾ നമ്മുടെ ആരാധനയിൽ ഉണ്ടായിരിക്കണമെന്നതാണ് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ മുമ്പോട്ട് പോകാം, സമയം തീരുകയാണ്. രണ്ടാമത്തെ കാര്യം പൗലോസ് പറയുന്നത്, ഈ ഹോളി സീക്രട്ട് ഓഫ് ഹോളി ലിവിങ്, രണ്ടാമത്തത് ദ വിസ്ഡം ഓഫ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവത്തിൻ്റെ ജ്ഞാനം. ഒന്നാമത്തെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഇറ്റ് വാസ് ഡീലിംഗ് വിത്ത് ദി ബോഡി ആണെങ്കിൽ, രണ്ടാമത്തത് ഡീലിംഗ് വിത്ത് ദി മൈൻഡ്. നമ്മുടെ ബുദ്ധി കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം കൊണ്ട്, ആക്ച്വലി ഫ്രം അവർ ഹാർട്ട്. ഒന്നാമത്തത് ശരീരത്തിൻ്റെ കാര്യവും സംതിങ് ഫ്രം ദി ലോജിക്കാണെങ്കിൽ പറഞ്ഞതെങ്കിൽ, രണ്ടാമത്തത് നമ്മുടെ ഹൃദയത്തിൽ. അപ്പോൾ ഇതിനകത്തൊരു കാര്യമുണ്ട്. ഈ ഹൃദയത്തിൽ സംഭവിക്കുന്നതാണ് എന്ത് നമ്മുടെ ശരീരത്തിലൂടെ പുറത്ത് വരുന്നത്. സോ ഹൃദയത്തിൽ ഓക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആദ്യം പറഞ്ഞ കാര്യവും ശരിയാകും. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൽ ശരിയല്ലെങ്കിൽ ഈ ബോഡി കൊണ്ട് പിന്നെ നമുക്ക് ഒന്നും ഈ പറഞ്ഞ രീതിയിലുള്ള ആരാധന വരത്തില്ല. അപ്പോൾ ഇൻഫാക്റ്റ് നമ്മൾ ആദ്യം ബോഡിയെക്കുറിച്ച് പറഞ്ഞെങ്കിലും ആദ്യം സംഭവിക്കുന്നത് ഈ വിസ്ഡം സംഭവിക്കുമ്പോഴാണ്, ഈ ഒരു കാര്യം സംഭവിക്കുമ്പോൾ. അതുതന്നെയാണ് രണ്ടാമത്തെ വാക്യം പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. തിരിച്ചറിയുക. ദാറ്റ് ഈസ് വാട്ട് റിയലി ദ വിസ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് ഇതിനെ മനസ്സിലാക്കിയിട്ട്, എന്താ പല കാര്യങ്ങളുണ്ട്, അതിലേക്ക് പെട്ടെന്ന് വരാം. പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ആരാധനയെക്കുറിച്ചാണ്. ലോകത്തിന് അനുരൂപരാകാതെ പല കാര്യങ്ങൾ പറയുമ്പോൾ ഇത് തിരിച്ചറിഞ്ഞ് ഉള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ ശരീരവും ഓട്ടോമാറ്റിക്കലി അതുപോലെ നീങ്ങും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനസ്സ് നമ്മളോട് ഗൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ശരീരം അതിനനുസരിച്ച് നീങ്ങും. നമ്മുടെ മനസ്സ് ശരിയായില്ലെങ്കിൽ ശരീരവും അങ്ങനെ തന്നെ നീങ്ങും. പ്രൈസ് ദി ലോർഡ്. മനസ്സിന് ചെറുന്ന് പുക വലിച്ചേക്കാമെന്ന് തോന്നുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പുക വലിക്കും, ശരീരം അത് പ്രതികരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞുള്ള എന്ന് പറയുമ്പോൾ റിയലി ദർ ഈസ് ടു തിങ്. ദർ ഈസ് വൺ
ഷണ്ണിങ് ദ മോൾഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാര്യം പറയുന്നത് നോട്ട് ബി കൺഫോംഡ് ടു ദിസ് വേൾഡ്. ഈ ലോകത്തിന് അനുരൂപരാകാതെ, ആ കൺഫേംഡ് എന്നുള്ള വാക്കാണ് ഇവിടുത്തെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു പദം. പ്രൈസ് ദി ലോർഡ്. മീൻസ് ടു ഫാഷൻ ഓർ ടു ഷേപ്പ് ഓർ ഇറ്റ് ലിറ്ററലി മീൻസ് ടു മോൾഡ്. ദൈവം നോക്കുമ്പോൾ ലോകത്തിൻ്റെ മോൾഡിലല്ലാതെ നമ്മൾ മുമ്പോട്ട് അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. സോ വി ആർ നോട്ട് അലൗഡ് ദിസ് വേൾഡ് ടു സ്ക്യൂസ് us into its world or its mold. ഈ ലോകത്തിൻ്റെ അച്ചിനകത്തോട്ട് നമ്മളെ ഫിറ്റ് ചെയ്യാനായിട്ടല്ല പ്രൈസ് ദി ലോർഡ് നമ്മെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. വി ആർ നോട്ട് അലൗഡ് ദിസ് വേൾഡ് ടു സ്ക്യൂസ് ഇൻ ടു ഇറ്റ്സ് മോൾഡ്. തൻ്റെ ലോകത്തിൻ്റെ മോൾഡിലോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ല നമുക്ക് ദൈവം അനുവദിച്ചിരിക്കുന്നത്. വി ആർ നോട്ട് അലൗഡ് ദ വേൾഡ് ടു മേക്ക് us like it is. ഈ ലോകമുള്ളതുപോലെ നമ്മെ കൊണ്ടുപോകാനല്ല നമുക്ക് അനുവാദമുള്ളത്. യു സി ദ വേൾഡ് എന്താ, it is always and those who are controlled by the influence of this world definitely അവരെ ലോകത്തിൻ്റെ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. സോ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, പൗലോസിനോട് നമ്മളോട് സംസാരിക്കുന്നതും അത് തന്നെയാണ്. ഈ ലോകത്തിന് അനുരൂപമാകാതെ, ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് റിട്ടൺ ബി ഷേപ്ഡ് ബൈ ദ ലോർഡ്. ഷേപ്ഡ് എന്തേ, ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണ ദൈവഹിതം എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. സോ അവർ മൈൻഡ് ഷുഡ് ബി ഷേപ്ഡ്, ട്രാൻസ്ഫോംഡ് ആയിരിക്കണം. ഇവിടെ ട്രാൻസ്ഫോം എന്നുള്ള പദത്തിൻ്റെ ആക്ച്വൽ ഗ്രീക്ക് വേർഡിൽ വാസ്തവത്തിൽ അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മെറ്റാമോർഫിസിസം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, ഈ ബട്ടർഫ്ലൈക്കൊക്കെ ഉണ്ടാകുന്ന സംഭവം അല്ലേ. അതൊരു ചെറിയ കാറ്റർപില്ലറായിട്ടിരിക്കുന്നു, അതിനെ പിന്നെ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് രൂപാന്തരം വരികയാണ്. ഒരു കാറ്റർപില്ലറിനെ കണ്ടാലും ബട്ടർഫ്ലൈയെ കണ്ടാലും യാതൊരു സാമ്യവും തോന്നുന്നില്ല. പക്ഷെങ്കിൽ ദർ ഈസ് എ ഡ്രാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ ഹാപ്പൻ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ലോകത്തിന് അനുരൂപമാകാതെ, പ്രൈസ് ലോകത്തിന് അനുരൂപരാകാതെ, പ്രൈസ് വി ഹാവ് ടു ബി ട്രാൻസ്ഫോർഡ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഒത്തിരി കാര്യങ്ങൾ ആ ഭാഗത്ത് പറയാനായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ 2 വാക്യം ഒരു 2 ദിവസം എടുത്ത് പ്രസംഗിച്ചാലേ തീരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എനിവേ, ഇന്ന് രാത്രി നമുക്കത് അവസാനിപ്പിക്കണമല്ലോ. ബൈബിൾ ക്യൂസും നമ്മുടെ മുമ്പിലുണ്ട്. വേഗത്തിൽ ഞാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഇറ്റ് ഗീവ്സ് എ കൈൻഡ് ഓഫ് എ പിക്ചർ ഓഫ് എ ക്രിസ്ത്യൻ ബിലീവർ. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഒരു ചിത്രം അവിടെ കാണിക്കുന്നുണ്ട്. ദർ ആർ 3 ബേസിക് എന്താ പറയുന്നത് ക്രിസ്ത്യൻ ബിലീവേഴ്സ്. ഒന്ന്, ഈ സെൻസ്വലായിട്ടുള്ള ചില ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളെല്ലാം ദേ ആർ റൂൾഡ് ബൈ ദ ഫിസിക്കൽ വേൾഡ് അറൗണ്ട് ദം. എന്ന് പറഞ്ഞാൽ അവരുടെ ചുറ്റുപാടുമുള്ള ലോകത്തിനനുസരിച്ചാണ് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത്. ദേ ആർ ലിവ്ഡ് ബൈ ദെയർ സെൻസ്. അവർ തോന്നുന്നു ലോകത്തിലെല്ലാവരും ഇങ്ങനെയാണല്ലോ, എന്നാൽ പിന്നെ അങ്ങനെയാണ് എനിക്കും വേണ്ടത്. ദേ ആർ ബീൻ ഓൾവേസ് ഡ്രിവൺ ബൈ ദി വേൾഡ്. ലോകത്തിൻ്റെ അനുസരിച്ചാണ്, ലോകത്തിൽ എന്താണോ ഇപ്പോൾ സെൻസേഷനലായിട്ടുള്ളത് അതാണ് അവരുടെ അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ദിസ് കൈൻഡ് ഓഫ് believers, those who are ruled by the physical world, ചുറ്റുപാടുമുള്ള ലോകത്തിൻ്റെ ട്രെൻഡുകൾക്കനുസരിച്ച് എവറിത്തിങ് കംസ് ഡൗൺ ഹൗ ദേ ഫീൽ ഇറ്റ്, ഹൗ ദേ സീ ഇറ്റ്, ഹൗ ദേ ഹിയർ ഇറ്റ്, ഹൗ ഇറ്റ് ഈസ് അഫക്റ്റഡ്. അതിലെല്ലാം അനുസരിച്ചിട്ടാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദിസ് ഈസ് എ സെൻസ്വൽ കാറ്റഗറി ഓഫ് ബിലീവേഴ്സ്. അതെല്ലായിടത്തും ഉണ്ട്. എന്നാൽ അതിൻ്റെ ഒരു രണ്ടാമത്തെ കാറ്റഗറി, അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു സോളിഷ് എന്ന് പറഞ്ഞാൽ, സം പീപ്പിൾ ആർ റൂൾഡ് ബൈ ഇൻ്റലക്ട് ആൻഡ് ഇമോഷൻ. പ്രൈസ് ദി ലോർഡ്. ചില ആളുകൾ, ഞാൻ ആദ്യം പറഞ്ഞത് ഇറ്റ് ഈസ് റൂൾഡ് ബൈ ദി വേൾഡിൻ്റെ ഒരു മാനദണ്ഡം അനുസരിച്ച്. എന്നാൽ ചില വിശ്വാസികൾ ഈസ് ഓൾവേസ് ഗവേൺഡ് ബൈ ദി തോട്ട് ആൻഡ് ഇമോഷൻ. ഈ ഇൻ്റലക്റ്റ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വേദപുസ്തകത്തെ ദ പേഴ്സൺ മേ ബി നോയിങ് ദ ബൈബിൾ വെരി വെൽ. ഈ പറയുന്ന വേദപുസ്തകം വളരെ നന്നായിട്ട് അവർക്കറിയാം. ആൻഡ് ദേ നോ വാട്ട് ഈസ് ദെയർ ഇൻ ദിസ് ബൈബിൾ. ഈ വേദപുസ്തകത്തിൽ എന്താണെന്നുള്ളതെല്ലാം ആ താഴെ മേളിലും ഇടയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ടറിയാം. പ്രൈസ് ദി ലോർഡ്. ബട്ട് ദ ട്രാജഡി ഈസ് ദാറ്റ് ദേ ആർ നോട്ട് സ്പിരിച്വൽ.
അവർ പലപ്പോഴും ആത്മീയരാകണമെന്നില്ല. ബിക്കോസ് ദേ ആർ ഇൻ്റലക്ച്വലി സ്ട്രോങ്. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഈ ബൈബിൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് പ്രൈസ് ദ ലോർഡ് നല്ല തിയോളജിയൻസിനെ നമുക്കറിയാം, വളരെ ഇൻഡെപ്തായിട്ട് ബൈബിൾ സ്കോളേഴ്സിനെ നമുക്കറിയാം. പ്രൈസ് ദ ലോർഡ്. പക്ഷെങ്കിൽ ദുഃഖത്തോടെ പറയട്ടെ, മോസ്റ്റ് ഓഫ് ദം ആർ നോട്ട് സ്പിരിച്വൽ. അവരുടെ ഇൻ്റലക്റ്റ് കൊണ്ട് അവരുടെ ബൈബിളിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. മേ ബി ഒരു പഠനത്തിന് വേണ്ടിയൊക്കെ നമുക്കത് സഹായകരമാണ്. ബിക്കോസ് ദേ ഹാവ് സയൻറ്റിഫിക്കലി ഡെൽറ്റ് വിത്ത് ദി വെരി ഏരിയാസ് ഓഫ് ദി ബൈബിൾ. അതൊക്കെ നമുക്ക് വളരെ പ്രയോജനം ചെയ്യും ഫോർ അവർ സ്റ്റഡി. ബട്ട് മെനി ടൈം ദേ ആർ നോട്ട് സ്പിരിച്വൽ. അപ്പോൾ ചില ആളുകളുണ്ട്, ദേ ആർ വെരി ഇൻ്റലക്ച്വൽ ബട്ട് ദേ ആർ നോട്ട് സ്പിരിച്വൽ. അപ്പോൾ തന്നെ ചിലരുണ്ട് ഭയങ്കര ഇമോഷണലാണ് ബട്ട് ദേ ആർ നോട്ട് സ്പിരിച്വൽ. എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് കേട്ടാൽ മതി ചിലപ്പോൾ അന്യഭാഷ പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ട്, ഭയങ്കര ഇമോഷണലി ക്യാരീഡ് ആവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഇമോഷൻ വേണം. നമുക്ക് ഇമോഷൻസ് നമ്മുടെ ആരാധനയുടെ ഒരു ഭാഗമാണ്. എന്നാൽ സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് ഓൾവേസ് ഡ്രിവൺ വിത്ത് ഇമോഷൻസ് ഓൺലി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഉച്ചത്തിൽ ആരാധിക്കണം, ശബ്ദമുയർത്തി ആരാധിക്കണം. എന്നാൽ ശബ്ദമുയർത്തി കൈയടിച്ച് ആരാധിക്കുന്നതാണ് ഒരു ആത്മീയത എന്ന് നമ്മൾക്ക് തെറ്റിദ്ധരിക്കാനും പാടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വേർപെട്ട ദൈവസഭയിൽ, വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ നമ്മൾ ശക്തമായി കർത്താവിനെ ഞാനൊരു പാസ്റ്ററായിട്ട് പറയുകയാണ്, നമ്മൾ ശക്തമായി വാ തുറന്ന് ആരാധിച്ച് കൈയടിച്ച് പാടണം. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ശബ്ദം ഉയർത്തുന്നതോ ശബ്ദം മാത്രമുള്ളത് കൊണ്ടോ വൈകാരിക തലത്തിൽ നമ്മൾ ചെയ്തത് കൊണ്ടോ ആത്മീയവനാകണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. ചിലരുണ്ട് എപ്പോഴും അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കും, ഫുൾ ടൈം അന്യഭാഷ. വണ്ടിയെ പോയാലും ഇറങ്ങിയാലും അങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കും. സാർ, അത് പറയുന്നത് നല്ലതാണ്. പക്ഷെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് വർക്കിംഗ് ഔട്ട് വിത്ത് അവർ ഇമോഷൻ ആണെങ്കിൽ അത് ആത്മീയതയുടെ ലക്ഷണമാണെന്ന് പറയാൻ കഴിയത്തില്ല. ചിലർ പിന്നെ വില്ല് കൊണ്ട് ജീവിക്കുന്നവരുണ്ട് കേട്ടോ. അതായത് ഇന്ന് ഞാൻ ബൈബിൾ വായിക്കും, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ സ്വഭാവത്തെ ശരിയാക്കും, ഞാൻ എൻ്റെ സ്വഭാവത്തെ ഇന്ന് മുതൽ റെഡിയാക്കും. അത് സത്യം പറഞ്ഞാൽ നല്ലൊരു ഒരു മോട്ടിവേഷൻ ക്ലാസ് കേട്ടാലും ഇതുപോലുള്ള നമുക്ക് സ്വായത്തമാക്കാം. അല്ലേ, ഇന്ന് തൊട്ട് ഞാൻ എക്സസൈസ് ചെയ്യും, ഇന്ന് തൊട്ട് ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യും. ഇത് വേണമെങ്കിൽ ആത്മീയ വിഷയത്തിലും ഒരു നല്ല മോട്ടിവേഷൻ്റെ തോട്ട് കേട്ടാലും നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇന്ന് തൊട്ട് ഞാൻ ബൈബിൾ വായിക്കും, ഇന്ന് തൊട്ട് വായിക്കും, ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കും, ഇതെല്ലാം നമ്മൾ. അപ്പോൾ ചിലർ ആ വിൽ അനുസരിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കും. ഇതെല്ലാത്തിനെയും പറയുന്നത് സോളിഷ് ലിവിങ് വിത്ത് ഇൻ്റലക്ച്വൽ ആൻഡ് ഇമോഷൻ. എന്നാൽ സ്പിരിച്വൽ മനുഷ്യനെന്ന് പറയുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞു, ലോകത്തിന് അനുരൂപമാകാതെ രൂപാന്തരപ്പെട്ടവൻ്റെ ജീവിതം എന്ന് പറയുന്നത് റിലയിങ് ഓൺ ഹോളി സ്പിരിറ്റ്, ഗൈഡൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. ദൈവവചനത്തിൻ്റെ ഗൈഡൻസിനും പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിനും. പരിശുദ്ധാത്മാവ് സുബോധത്തിൻ്റെയും അതുപോലെ തന്നെ പ്രൈസ് ദി ലോർഡ് പരിജ്ഞാനത്തിൻ്റെയും ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അതനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ കഴിയുന്നവരെയാണ് ദൈവം പ്രൈസ് ദി ലോർഡ് രൂപാന്തരപ്പെട്ടവരായി കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവസാന കാര്യം പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പറയാനായിട്ടുണ്ട്. ഐ ആം ജസ്റ്റ് സോറി ഫോർ റണ്ണിങ് സോ ഫാസ്റ്റ്. അവസാനം ദ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുക. 3 കാര്യങ്ങൾ നിങ്ങളുടെ പഠനത്തിന് ഞാൻ അത് വിട്ടേക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ വിൽ പറയുന്നത് 3 കാര്യം ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ അങ്ങ് ഡെവലപ്പ് ചെയ്ത് പഠിച്ചോ, കുഴപ്പമില്ല. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള. പ്രൈസ് ദി ലോർഡ്. 3 തിങ്സ് അവിടെ കാണുന്നുണ്ട്. 1, ഇറ്റ് ഈസ് വെരി പ്രഷ്യസ്, നന്മയുള്ളതാണ്. ഇറ്റ് ഈസ് വെരി പ്ലസൻറ്റബിൾ. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണതയുള്ളതാണ്. പിന്നെന്താണ്? പ്രസാദം. ഇറ്റ് ഈസ് വെരി പ്ലസൻറ്റബിൾ ആണ്. 3, അത് പെർഫെക്റ്റാണ്. പ്രൈസ് ദി ലോർഡ്. പ്രഷ്യസ്, പ്ലസൻറ്റബിൾ ആൻഡ് പ്ലസൻറ്റ് ആൻഡ് പെർഫെക്റ്റ്. പ്രൈസ് ദി ലോർഡ്. ആൻഡ് ദ ഫൈനൽ ഡെമോൺസ്ട്രേഷൻ എന്നവിടെ പറഞ്ഞുദ്ദേശിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഇറ്റ് ഈസ് ടു ബി പ്രൂവൺ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന്, പ്രൈസ് ദി ലോർഡ്, വിറ്റ് ഈസ് ബീൻ പ്രൂവൺ, ഡെമോൺസ്ട്രേറ്റഡ് ഓഫ് ഗോഡ്സ് വിൽ. ദൈവത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് ആ വലിയ ആഗ്രഹം ഇന്നതെന്ന് നമ്മൾ തെളിയിക്കാനായിട്ട് കഴിയണം. ഐ നോ ദ ലാസ്റ്റ് സെക്ഷൻ ഞാൻ വളരെ ഹറി ചെയ്താണ് നിർത്തിയത്. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എൻ്റെ നോട്ടിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. ബട്ട് എനിവേ, ഐ ആം ജസ്റ്റ് കൺക്ലൂഡിങ് ഹിയർ. പ്രിയപ്പെട്ടവരെ,
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നതും ഇത് തന്നെയാണ്. അവർ സീക്രറ്റ് ഓഫ് അവർ ഹോളി ലൈഫ്, ഇറ്റ് ഈസ് God's, the worship of God, the wisdom of God, and finally the praise the Lord, hallelujah, the will of God, ദൈവത്തിൻ്റെ ഹിതം. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. കേൾക്കപ്പെട്ട വചനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവസാനം നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഈ വചനങ്ങളുടെ ആഴങ്ങൾ വീണ്ടും തേടി മുമ്പോട്ട് പോകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.